ഈ സംഭവത്തിൽ ഈ ഓഡിയോയിൽ തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ MSFന്റെ കോർഡിനേറ്റർ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെ മറ്റൊന്ന്, ഇവർ പറയുന്നു GIU ആയി, പിന്നീട് അവർ GIU ആയി മാറി. ഞങ്ങളുടെ ആരോപണം അത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി MSF പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ ഈ MSFന്റെ വനിതാ നേതാവ് ഇവിടെ പറഞ്ഞു അത് GIOയുടെ അഭിപ്രായമാണ്. GIO ആരുടെ സംഘടനയാണ്? SIOയുടെ വനിതാ വിഭാഗമാണ്. SIO ആരുടെ സംഘടനയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാണ് കഴിഞ്ഞ ദിവസം MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനം വിളിച്ച് ക്ലീൻ ചിറ്റ് നൽകിയത്. ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം അത് തന്നെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന തീവ്രമായ വർഗീയ ആശയങ്ങളുടെ നാവായി MSF മാറുന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. MSFന്റെ മാത്രം വാദമല്ല ഇത്. മുസ്ലിം ലീഗിന്റെ നേതാക്കളും ഇത് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തിയ മുസ്ലിം ലീഗിന്റെ പൊതുസമ്മേളനത്തിൽ മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞയാൾ KM ഷാജിയാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലേ അദ്ദേഹം? ഒരാൾ CPMലേക്ക് പോയാൽ, ഒരാൾ ലീഗിൽ നിന്ന് പോയാൽ, ലീഗിൽ നിന്നല്ല അദ്ദേഹം പോകുന്നത്, അദ്ദേഹം ദീനിൽ നിന്നാണ് പോകുന്നത് എന്ന് പറഞ്ഞത് KM ഷാജിയാണ്. ഇത് രഹസ്യമായും പരസ്യമായും എല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിലും എല്ലാം മുസ്ലിം ലീഗ് പറയാറുണ്ട്. ക്യാമ്പസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFും പറയാറുണ്ട്. ഫറൂഖ് കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആൾ എന്നുള്ള നിലക്ക് വ്യക്തിപരമായി അനേകം ചാപ്പകൾ നേരിട്ട് പ്രവർത്തിച്ചു വന്ന ഒരാളാണ് ഞാൻ. മതത്തിൽ നിന്ന് പുറത്താണെന്ന് പല തവണ ആവർത്തിച്ചവർ പരസ്യമായും രഹസ്യമായും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ MSFന്റെ പ്രചാരണ മുദ്രാവാക്യങ്ങളിൽ കടന്നു വരുന്ന പ്രയോഗങ്ങൾ പൂർണ്ണമായും ജമാഅത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വാചകങ്ങളായി മാറുന്നു, വാക്കുകളായി മാറുന്നു. ഹിറ സെന്ററിൽ നിന്ന് മുന്നോട്ട് വെക്കുന്ന ആശയ പ്രചാരണത്തിന്റെ വക്താക്കളായി MSF മാറുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം.